ഹായ് മക്കളെ, സ്റ്റഡി വൈബിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ നോട്ട്സാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളുടെ മോഡൽ എക്സാമിനായാലും ആനുവൽ എക്സാമിനായാലും എത്ര ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. പരീക്ഷയ്ക്ക് നിങ്ങളെ ഇത് സഹായിക്കും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ, ചാപ്റ്റർ വൈസിലുണ്ടായിരുന്ന ക്ലാസ്സുകൾ നന്നായി ശ്രദ്ധിക്കുക, അത് കേൾക്കുക. അത് കേട്ടിട്ട് ഇത് കേട്ട് കഴിഞ്ഞാലേ ഇതിൻ്റെ ആൻസർ എവിടെ കിടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നിറയെ മാർക്ക് വാങ്ങുക മോഡൽ എക്സാമിനായാലും മറ്റതും. സ്റ്റഡി വൈബിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വ്യൂവേഴ്സിനെ നിങ്ങൾ കൊണ്ടുവരിക അതിലേക്ക്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇറ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ്, അതായത് ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ യുഗം എന്നാണ് ചോദ്യം. അതായത് നമ്മളുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടന്നതെന്നുള്ളതാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കറിയേണ്ടത്, നമ്മുടെ ഇന്ത്യയിൽ എലക്ഷൻ നടന്നു. ആ ഇലക്ഷന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ചലഞ്ചസ് എന്തൊക്കെയാണ്, ആ ചലഞ്ചസ് ഇന്ത്യ എങ്ങനെയാണ് ഓവർകം ചെയ്തത്, അതുപോലെ തന്നെ അത് എങ്ങനെ ബാധിച്ചു നമ്മളെ എന്നുള്ള കാര്യങ്ങളാണ് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമുക്കറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ, ചലഞ്ചസ് ഓഫ് ബിൽഡിംഗ് ഡെമോക്രസി, അതായത് ജനാധിപത്യം സ്ഥാപിക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന്. അതായത് നമ്മുടെ ഇന്ത്യ ജനാധിപത്യം നേരിടുമ്പോൾ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, there were many who built that if the British left India, the country would go to the dogs even during the freedom movement. അതായത് ഒരുപാട് അതായത് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയില്ല. അതായത് ഒരുപാട് വൈവിധ്യമാർന്ന വേഷവിധാനങ്ങളും ആചാരങ്ങളും സാംസ്കാരിക ശീലങ്ങളും ഒക്കെയുള്ളൊരു വലിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം യോജിക്കാൻ പറ്റാതെ നശിച്ചു പോകും എന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ദ ഇന്ത്യൻസ് ഡു നോട്ട് നോ റൂൾ ദംസെൽസ്. അതിൻ്റെ കാരണം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യക്കാർക്ക് എന്തറിയില്ല, ഭരിക്കാൻ അറിയില്ല. ബട്ട് അവർ നാഷണൽ ലീഡേഴ്സ്, എസ്പെഷ്യലി നെഹ്റു ആൻഡ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ, ഹാവ് ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് ഡീപ്ലി കൺസിഡേർഡ് ഐഡിയാസ് എബൌട്ട് ഡെമോക്രസി. പക്ഷെ നമ്മുടെ അംബേദ്കർക്കും നെഹ്റുവിനും ജനാധിപത്യത്തെക്കുറിച്ച് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിൽ തീരുമാനിച്ചു, ഞങ്ങൾ ഫൈറ്റ് ചെയ്യാം. അപ്പം നമ്മളെ പിന്തിരിപ്പിക്കാൻ, അതായത് ജനാധിപത്യം വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ കുറേ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. രാഷ്ട്രീയം ഇലക്ഷൻ നടത്തുക പറഞ്ഞാൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത, അക്ഷരജ്ഞാനം ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ത്യയിലേറെ പേരും. അതുകൊണ്ട് നമ്മൾ ഇലക്ഷൻ നടത്തിയാൽ രാജ്യം ഭരിക്കാനും അറിയില്ല, വോട്ട് ചെയ്ത് നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ടീമിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു കുഞ്ഞു ക്വസ്റ്റ്യനായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഷുവർ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 1 വേർഡ് ക്വസ്റ്റ്യനാണ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ളത്, സുകുമാർ സെൻ. അപ്പോൾ അത് ചോദിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യനാണ് മിക്കവാറും വരിക, അല്ലെങ്കിൽ നെയിം ഓഫ് ദി എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ളത് ഡോക്ടർ സുകുമാർ സെൻ എന്ന് മറക്കാതെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് അറിയേണ്ട അടുത്ത ചോദ്യം, എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ഇലക്ഷൻ നടന്നത്? ഫസ്റ്റ് ഇലക്ഷൻ നടന്നത് 1952, 1952 ഫസ്റ്റ് ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ നമ്മൾ പഠിക്കുന്നുണ്ട് 51 ഇലക്ഷൻ, 51 ഒക്ടോബറിൽ നടന്ന 52 ഫെബ്രുവരിയിലാണ്. നമ്മൾ എന്തുകൊണ്ട് അതിനെ 52 1952 ഫസ്റ്റ് ഇലക്ഷൻ എന്ന് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. മോസ്റ്റ് ഓഫ് ദി മേജർ ഇലക്ഷൻസ് നടക്കുന്നത് 1952 ഫെബ്രുവരിയിലാണ്. അതുകൊണ്ടാണ് എപ്പോഴാണ് ഇലക്ഷൻ എന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കൊടുക്കുന്നത് 52. നമ്മുടെ ആൻസർ എപ്പോഴും പരീക്ഷയ്ക്ക് 1952 എന്നായിരിക്കണം. ഇനി അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ഒരു ഇലക്ഷൻ നടക്കണമെങ്കിൽ, ഒരു ഫസ്റ്റ് ഇലക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്നല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ്, ഒരു ഇലക്ഷൻ നടത്താൻ നമുക്ക് എന്തൊക്കെയായിരുന്നു നമുക്ക് ആവശ്യമായിട്ട് വന്ന 2 പ്രോസസ്സ് എന്താണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ഇലക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് വേണ്ടി വന്നിരുന്ന മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്ന് കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായിരിക്കണം. നമുക്ക് ഇലക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം,
നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസീസ് വേണം. അതായത് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഹാഡ് ടു ബി മാർക്ക്ഡ് ആൻഡ് ഇലക്ടറൽ റോൾസ് വേർ ടു ബി പ്രിപ്പയർഡ്. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്ഥാനാർത്ഥികളിൽ ഇലക്ഷൻ നടത്താൻ വോട്ടർ പട്ടിക തയ്യാറാക്കണം, നിയോജക മണ്ഡലങ്ങൾ നിർണ്ണയിക്കുകയും വേണം. അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കണതിൽ നമുക്ക് ചെറിയൊരു ഫാൾട്ട് പറ്റിയുണ്ടായി. ആ വോട്ടർ പട്ടിക തയ്യാറാക്കണതിൽ എന്ത് ഫാൾട്ടാണ് പറ്റിയത് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് പലരുടെയും പേരുകൾ രേഖപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെ. 40 lakhs 40 ലക്ഷത്തോളം വരുന്ന വുമൺസ് അവരുടെ പേരുകൾക്ക് പകരം നമ്മൾ രാമൻ്റെ ഭാര്യ, കൃഷ്ണൻ്റെ മകൾ എന്നൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ആ പട്ടിക നമുക്ക് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. എന്നിട്ട് വീണ്ടും നമ്മൾ വോട്ടർ പട്ടിക തയ്യാറാക്കി. ആ വോട്ടർ പട്ടികയിലാണ് നമ്മൾ തീരുമാനിച്ചത് ഇലക്ഷൻ നടത്താനുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെയും നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് 17 കോടി വോട്ടർമാരിൽ വെറും 15% മാത്രമേ ലിറ്ററസി ഉണ്ടായിരുന്നുള്ളൂ, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ അന്ന് 3200ഓളം MLA-മാരെയും 489 489 MP-മാരെയും ഒക്കെ നമുക്ക് തിരഞ്ഞെടുക്കണം. അതിലും 17 കോടി എലിജിബിൾ വോട്ടേഴ്സിൽ 50% മാത്രമേ ലിറ്ററസി പീപ്പിൾ ഉള്ളൂ എന്നുള്ളതും എങ്ങനെ ഇവർ വോട്ട് ചെയ്യും എന്നുള്ളതും ഒരു വലിയ പ്രശ്നമായി. ഇനി വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടേഴ്സിന് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ വോട്ടേഴ്സിന് ഭരണപരിചയം ഉണ്ടായിട്ടോ നടക്കില്ല. ഇനിയിപ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ചെടുത്തിട്ട് നടക്കില്ല. അപ്പോൾ എന്തായാലും ഇലക്ഷൻ നടത്താൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ആ ഇലക്ഷൻ നടത്തുന്ന സമയത്ത് അവിടുത്തെ ഓഫീസേഴ്സിന്, ഇലക്ഷൻ സ്റ്റാഫുകളെയും ട്രെയിനിങ്ങിന് അയക്കുകയുണ്ടായി. ട്രെയിനിങ് നൽകേണ്ട ആവശ്യം വന്നു. ഇലക്ഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വന്നു. നമുക്ക് അന്നാണെങ്കിൽ പോവർട്ടിയും അതുപോലെ തന്നെ ലിറ്ററസിയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഇലക്ഷൻ ഒരു എക്സാം ആയിരിക്കും എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആൾക്കാരുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡിത്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ നമ്മളുടെ പത്രങ്ങൾ ഒരുപാട് അന്ന് ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ അന്ന് 21 വയസ്സാണ് വോട്ടവകാശം. അപ്പോൾ ആ വോട്ടവകാശം എന്നുള്ളതും ഒരു വിഡിത്തമാണ്, ഇങ്ങനെ ചെയ്യരുത്, എല്ലാവർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അത് പരാജയമാകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പ്രായപൂർത്തി വോട്ടവകാശം സത്യമായിരുന്നു എന്ന് തെളിഞ്ഞു. പരാജയപ്പെട്ട ആൾക്കാർക്ക് പോലും പരാതികളില്ലാതെ വിജയിപ്പിക്കാൻ സാധിച്ചു. കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ത്യ നടത്തിയതെന്ന് ഫസ്റ്റത്തെ ഇലക്ഷനിലൂടെ നമ്മൾ തെളിയിച്ചെടുക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, കോൺഗ്രസ് ഡോമിനേറ്റ്സ് ഇൻ ദ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻസ് എന്ന് ചോദിക്കും. ഇത് ചിലപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കറക്റ്റ് ടെക്സ്റ്റിലുള്ള ഈ പ്രൊസീജിയറിൽ തന്നെ ആയിരിക്കും ചോദ്യം വരിക, അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് 1952 to 1967 വരെയുള്ള 1957 1960 to 1967 വരെയുള്ള പീരീഡിൽ ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. വർഷം തന്നോന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. സെയിം 3 വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ എന്തുകൊണ്ട് ജയിച്ചു എന്നാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് മെജോറിറ്റി നേടുന്നത്. കോൺഗ്രസ് ഫസ്റ്റത്തെ ഇലക്ഷനിൽ 489 സീറ്റിൽ 364 സീറ്റും കോൺഗ്രസ് നേടുന്നു. പിന്നെ അതിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, 16 സീറ്റ്. അത് മറക്കരുത്. ഫസ്റ്റത്തെ ഇത് കോൺഗ്രസ്, സെക്കൻഡ് പ്ലേസിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്, അതിന് സീറ്റ് 16 സീറ്റാണ്, മറക്കരുത് കേട്ടോ. അത് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് പ്ലേസിലെത്തിയ സീറ്റ് പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അതാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ഇലക്ഷനിൽ ജയിച്ചു ചോദിച്ചാൽ, ഒന്ന് 1885 ആരംഭിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ 1950 നമ്മൾ ആ ഇലക്ഷനിൽ ആ പാർട്ടിയെ കണ്ടസ്റ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു എന്താ പറയുക, അവരുടെ പാരമ്പര്യം ഇത്രയും വർഷമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന അനുഭവജ്ഞാനമുള്ളത്. പിന്നെ അവർ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നാഷണൽ ലീഡർ ഒരു സ്ട്രെങ്ത്തായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് കോൺഗ്രസ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം ഇന്ത്യയുടെ വിജയത്തിന് കാരണമായിട്ട് മാറുകയും ചെയ്തു വന്നു. അതുപോലെ ഏകദേശം തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ്, ഒറീസ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസ് തന്നെയാണെന്ന് വിജയിച്ചത്. അതായത് MLA-മാരുടെ കാര്യത്തിലും ഈ 3 സ്ഥലങ്ങളൊഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് വിജയം നേടിയെടുക്കുകയും ചെയ്തു. സെക്കൻഡ് പ്ലേസിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, സീറ്റുകളൊക്കെ കിട്ടിയെങ്കിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാണ്. വെറും 45% അടുത്ത് മാത്രമേ ഇവർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൂ. പക്ഷെ നമ്മളുടെ ജയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ 364 പേര് ജയിച്ചു എന്ന്. അതായത് FPTP അനുസരിച്ച് ഓരോ വോട്ട് കൂടുതലായാൽ പോലും ജയിക്കുന്നതാണ് നിയമം. അപ്പോൾ അങ്ങനെയാണത് ജയിച്ചു വന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണോ നോക്കാം. അതിന് മുമ്പ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ് അല്ലാത്തൊരു ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI അധികാരത്തിൽ വരുന്നത്. അത് അധികാരത്തിൽ വന്ന് അതിൽ അധികാരത്തിൽ വന്ന് 2 വർഷം ഇങ്ങനെയൊക്കെ കഷ്ടിച്ച് ഭരിക്കുമ്പോഴേക്കും ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ യോജിക്കാൻ പറ്റാതെ വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയുടെ ഭാഗമായി പുറത്തു പോകേണ്ടി വരികയും ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ, നോൺ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ചോദിച്ചാൽ ഇൻ കേരള EMS നമ്പൂതിരിപ്പാട്. മറക്കരുത്, ആദ്യമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കപ്പെടുന്നതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ തന്നെയാണ്. ഇനി നമുക്കറിയേണ്ടത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ചാണ്. സോഷ്യലിസ്റ്റ് പാർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി, അതായത് കൂടുതൽ ഡെവലപ്മെൻറ്റൽ ആൻഡ് ഇക്വാളിറ്റേറിയൽ കോൺഗ്രസ് പാർട്ടി എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരുടെ പാർട്ടിയാണ് CSP. അതായത് ചെറുതായിട്ട് കോൺഗ്രസുമായിട്ട് യോജിക്കുന്നതും എന്നാൽ ചെറുതായിട്ട് കോൺഗ്രസുമായി യോജിച്ച് പോകാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ആശയവുമായി ബന്ധപ്പെട്ടാണ് CSP രൂപം കൊള്ളുന്നത്. അപ്പോൾ CSPയുടെ നേതാവെന്ന് പറയുന്നത്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നത് ആചാര്യ നരേന്ദ്ര ദേവാണ്. മറക്കരുത്, ആചാര്യ നരേന്ദ്ര ദേവാണ് ഏതിൻ്റെ നേതാവ്? CSPയുടെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അതുപോലെ തന്നെ ഈ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളിൽ മാത്രമാണ് ഇത് ജയിച്ചിരിക്കുന്നത്. 3-ാം സ്ഥാനത്താണ് ജയിച്ചത്. 12 സീറ്റുകൾ മാത്രമാണ് നേടിയിരിക്കുന്നത്. സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി, സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ളൊരു സമൂഹമാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഇവർ ഫ്യൂഡൽ ലോഡ്സിനെയും ക്യാപിറ്റലിസ്റ്റുകളെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഇവരുടെ പരാതി ഇതാണ്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ജന്മിമാരെയും മുതലാളിമാരെയും സപ്പോർട്ട് ചെയ്യുന്നു, അതേസമയം ലേബേഴ്സിനെയും പെസൻസിനെയും അവോയ്ഡ് ചെയ്യുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞ് ആരംഭിച്ചതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇതിൻ്റെ മറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണൻ, അച്യുത് പട്വർദ്ധൻ, അശോക് മേത്ത, ആചാര്യ നരേന്ദ്രദേവ്, ഡോക്ടർ റാം മനോഹർ ലോഹ്യ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇത്രയും പേരുകളിൽ ഓർത്തു വെക്കേണ്ട ഒരു പേര് ആചാര്യ നരേന്ദ്രദേവാണ് അതിൻ്റെ ഫൗണ്ടർ. അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് റാം മനോഹർ ലോഹ്യ. മനസ്സിലുണ്ട് ഇവരുടെ പേര്. സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആചാര്യ നരേന്ദ്രദേവ്, റാം മനോഹർ ലോഹ്യ എന്നുള്ള പേര് ഓർത്തു വെച്ചോളാം. പിന്നീട് ഈ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുകയും സമാജ്വാദി പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ സെക്യുലർ എന്നിങ്ങനെയൊക്കെ ഈ പാർട്ടി ഡിവൈഡ് ചെയ്യപ്പെട്ടു പോവുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്നത് നേച്ചർ ഓഫ് കോൺഗ്രസ് ഡൊമിനൻസ് എന്നാണ്. നേച്ചർ ഓഫ് കോൺഗ്രസ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മേധാവിത്വം എന്തുകൊണ്ടാണ്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത് വ്യത്യാസമാണ് എന്താണ് ചോദിക്കും. അപ്പോൾ ചെറിയൊരു ഉത്തരം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. മറ്റെല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഒരു വൺ പാർട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അവരുടെ ഫ്രീഡം ഫൈറ്റിന് വേണ്ടി വർക്ക് ചെയ്ത പാർട്ടികളോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്യപ്പെട്ട ഒരു ഓർഗനൈസേഷൻ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതിന് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചൈന, ക്യൂബ, സിറിയ, അതുപോലെ തന്നെ മ്യാൻമാർ, ബെലാറസ്, ഈജിപ്ത് ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ പാർട്ടി ഡൊമിനൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം അവിടെ ഒരു വൺ പാർട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഇലക്ഷൻ നമുക്ക് വേറൊരു ഓപ്ഷനൊന്നുമില്ല. അതേ പാർട്ടി തന്നെ ഇലക്ഷനിൽ നിൽക്കുന്നു, അവർ തന്നെ ജയിക്കുന്നു, അവർ തന്നെ വീണ്ടും വീണ്ടും ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കുറേ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ 3 ഇലക്ഷനിലും നെഹ്റു എന്ന് പറയുന്ന വ്യക്തിത്വത്തിനോടുള്ള ഇഷ്ടം കൊണ്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന കോൺഗ്രസ് ആണെന്നുള്ള വിശ്വാസം കൊണ്ടും എല്ലാ ജനങ്ങളും കോൺഗ്രസിനെ വോട്ട് ചെയ്ത് കോൺഗ്രസിനെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ടാണ് മറ്റു പാർട്ടികളിൽ ഓപ്ഷൻ ഇല്ലാതെയാണ് ഒരേ പാർട്ടി വന്നതെങ്കിൽ നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ട്, സെലക്ഷൻ ഉണ്ടായിട്ടും കോൺഗ്രസിനെ തന്നെയാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് അതിന് വിജയമാണ്. ഇനി നമുക്ക് അംബേദ്കർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് കാണാം. ഭരണഘടന എഴുതി തന്ന ആളെക്കുറിച്ച് നമുക്ക് കാണാം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹം. പിന്നെ അതുപോലെ തന്നെ അതായത് ഒന്നാമത്തെ മന്ത്രിസഭയിലെ അംഗം കൂടിയാണ് ഇദ്ദേഹം. 2 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ആദ്യത്തെ മന്ത്രിസഭാ അംഗവും
അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇദ്ദേഹം. ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ മേധാവിത്വത്തിലേക്ക് നയിച്ച ഫാക്ടേഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉത്തരം അപ്പോഴേ പറഞ്ഞു തന്നു. നമ്മൾ നെഹ്റുവാണ് പാർട്ടിയുടെ നേതാവ്. കോൺഗ്രസ് എല്ലാ മെമ്പേഴ്സിനെയും അക്കോമഡേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ഒരു ഓർഗനൈസ്ഡ് പാർട്ടിയാണ്, ഒരു സംഘടിത രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പ്രതിപക്ഷത്തിന് നല്ല റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. പ്രതിപക്ഷം എന്തായിരിക്കണം പ്രചരണ പരിപാടി എന്ന് ചിന്തിക്കുമ്പോഴേക്കും കോൺഗ്രസ് തൻ്റെ പ്രചരണ പരിപാടികൾ സൂചിപ്പിച്ചിരുന്നു എന്നുള്ളതും അവരുടെ പാർട്ടി വിജയമായിട്ട് മാറുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ട അടുത്തൊരു പൊളിറ്റിക്കൽ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്, CPI ആണ്. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ രൂപം കൊള്ളുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറയുന്നതും AK ഗോപാലനാണ്. ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിൽ. AK ഗോപാലൻ മറക്കരുത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇമ്പോർട്ടൻ്റ് ലീഡറാണ്, ഓപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറും കൂടിയാണ്. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. ഇനി 2 പൊളിറ്റിക്കൽ പാർട്ടീസ് കൂടി നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഒന്ന് ഭാരതീയ ജനസംഘം, മറ്റൊന്ന് സ്വതന്ത്ര പാർട്ടി. ഭാരതീയ ജനസംഘം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. 1951. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് പഠിക്കുമ്പോഴും വർഷം പഠിച്ചു വയ്ക്കുക, നാഷണൽ ലീഡേഴ്സ് അതിൻ്റെ ലീഡേഴ്സിനെ പഠിച്ചു വയ്ക്കുക, ഓർഗനൈസേഷൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. ശ്യാമപ്രസാദ് മുഖർജി, ഭാരതീയ ജനസംഘം 1951 എന്ന് നോട്ട് ചെയ്യുക. ഈ പാർട്ടിയുടെ പ്രത്യേകത ഹിന്ദു മഹാസഭയെയും രാഷ്ട്രീയ സ്വയം സേവക് RSSനെയും ഗാന്ധിജിയുടെ മരണത്തോടെ നിരോധിച്ചതാണ്. ആ പാർട്ടികൾ പിന്നീട് അറിയപ്പെട്ട പേരാണ് ഭാരതീയ ജനസംഘം എന്ന പേരിൽ. ഇവർക്കൊരു ഐഡിയ ഉണ്ട്, അതായത് ഇവർക്കൊരു സ്ലോഗൻ ഉണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട്, വൺ കൺട്രി, അതായത് വൺ നാഷൻ വൺ കൾച്ചർ ആൻഡ് വൺ കൺട്രി എന്നുള്ളത്. ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവർക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവർ ഇംഗ്ലീഷിനെ മാറ്റി ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കണം എന്ന് പറയുന്ന ഒരു രീതി ഇവർക്കുണ്ടായിരുന്നു. അതുപോലെ അഖണ്ഡ ഭാരത് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതായത് ഇന്ത്യ പ്ലസ് പാകിസ്ഥാൻ ചേർന്ന ഒരു അഖണ്ഡ ഭാരത് എന്ന് പറയുന്നൊരു കൺസെപ്റ്റും ഈ പാർട്ടിയുടേതാണ്. അപ്പോൾ ഓർക്കേണ്ട വാക്കുകൾ ഇതാണ്: ശ്യാമപ്രസാദ് മുഖർജി 1951, ഭാരതീയ ജനസംഘം, ഹിന്ദു മഹാസഭയും RSSും ചേർന്നതാണ് ഈ പാർട്ടി. ഇവരുടെ സ്ലോഗൻ ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു രാഷ്ട്രം, വൺ കൺട്രി വൺ കൾച്ചർ വൺ നാഷൻ എന്നുള്ളത്, അഖണ്ഡ ഭാരത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ മാറ്റി ഹിന്ദി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ 3 സീറ്റിൽ, അതായത് ഫസ്റ്റത്തെ ഇലക്ഷനിൽ 3 സീറ്റും സെക്കൻഡ് ഇലക്ഷനിൽ 4 സീറ്റുമാണ് ഈ പാർട്ടി സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ പാർട്ടിയുടെ മറ്റൊരു ലീഡർ എന്ന് പറയുന്നത് ദീനദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന ആളാണ്. പിന്നീട് ഈ പാർട്ടി പിളർന്നിട്ടാണ് ഇന്ന് കാണുന്ന BJPയും മറ്റ് പാർട്ടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ സ്വതന്ത്ര പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ്. സ്വതന്ത്ര പാർട്ടിയുടെ പ്രത്യേകത, അതായത് സ്വതന്ത്ര പാർട്ടി രൂപം കൊള്ളുന്നത് 1959 കോൺഗ്രസിൻ്റെ നാഗ്പൂർ പ്രമേയത്തിന് ശേഷമാണ് ഈ പാർട്ടി രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്, ഈ പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത് C രാജഗോപാലാചാരിയാണ്. പിന്നെ KM മുൻഷിയും NG രംഗയൊക്കെ ഈ പാർട്ടിയിൽ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, C രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെ KM മുൻഷി, NG രംഗ, മീനു മസാനി തുടങ്ങിയവരൊക്കെ ഇതിൻ്റെ നേതാക്കന്മാരാണ്. അതായത് ഇവർ അന്നൊക്കെ കോൺഗ്രസ്സിലും പ്രവർത്തിച്ചിരുന്നു, ഒപ്പം മറ്റു പാർട്ടികളിലും പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അപ്പോൾ ഈ സംഘടന ഉണ്ടാവാനുള്ളൊരു കാരണം തന്നെ എന്ന് പറയുന്നത്, അതായത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ അതിനോട് യോജിക്കാൻ പറ്റാത്ത കോൺഗ്രസ്സിലെ ദേശീയ നേതാക്കളാണ് ആ പാർട്ടി വിട്ട് സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത്. ഇനി നമുക്ക് ഈ പാർട്ടിയിലെ അംഗങ്ങളുടെ താല്പര്യം അനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്വകാര്യ മേഖലയുടെ സ്വതന്ത്രമായ വികസനം എന്നുള്ളതാണ്. അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്റ്റാണ്. പ്രൈവറ്റ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുണ്ടായതാണ് സ്വതന്ത്ര പാർട്ടി എന്ന് പറയാം. അപ്പോൾ ആ വാക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രൈവറ്റ് മേഖലയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻറ്റ് ഡെവലപ്മെൻറ്റാണ് അവരുടെ ലക്ഷ്യം. സ്വകാര്യ മേഖലയുടെ സ്വതന്ത്രമായ വികസനമാണ് അവരുടെ ലക്ഷ്യം. അതുപോലെ ഭൂപരിധി നിർണയം അവർക്ക് താല്പര്യമില്ല. അതുപോലെ സഹകരണ കൃഷി എന്നുള്ളത് അവർക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ, എല്ലാവരിൽ നിന്നും ഈക്വലായി ടാക്സ് കളക്ഷൻ എടുക്കുന്നതിനോട് അവർക്ക്, അതായത് ഉയർന്ന വരുമാനമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഉയർന്ന നികുതി വാങ്ങുന്നതിനോട് അവർക്ക് യോജിപ്പില്ല. അവർ പറയുന്നത് സാധാരണക്കാരിൽ നിന്ന് വാങ്ങുന്ന നികുതി മാത്രമേ എല്ലാവരിൽ നിന്നും വാങ്ങാവൂ. അതുപോലെ തന്നെ ബിസിനസ് നടത്തണമെങ്കിൽ ലൈസൻസ് വേണം എന്ന ആവശ്യത്തിനോടും അവർക്ക് വലിയ താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല.
അതുപോലെ ഗവൺമെൻറ് ചേരിചേരാ നയം നടപ്പിലാക്കുന്നതിനോട് അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുപോലെ സോവിയറ്റ് യൂണിയനോട് ബന്ധം സ്ഥാപിക്കുന്നതിനോട് യോജിപ്പില്ല. അവർക്ക് ക്യാപിറ്റലിസ്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, മുതലാളിത്ത വ്യവസ്ഥിതിയോട് താല്പര്യമുള്ള ആൾക്കാരാണ്. അവർക്ക് അമേരിക്കയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോയിൻ്റ് എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ, സ്വതന്ത്ര പാർട്ടി എന്ന് പറയുമ്പോൾ ഓർക്കണം, നാഗ്പൂർ പ്രമേയത്തിന് ശേഷം 1959 ഓഗസ്റ്റ് സ്വതന്ത്ര പാർട്ടി രൂപം കൊള്ളുന്നു. അതിൻ്റെ നേതാവെന്ന് പറയുന്നത് സി രാജഗോപാലാചാരിയാണ്. മറ്റുള്ളവർ KM മുൻഷി, NG രംഗ, മീനു മസാനി. ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ് കൺട്രോൾ കുറയ്ക്കണം എന്നാഗ്രഹിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നതാണ്. പേഴ്സണൽ ഇൻഡിപെൻഡൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുപോലെ പ്രൈവറ്റ് മേഖലയുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അഗ്രികൾച്ചർ മേഖലയിൽ ഭൂപരിധി നിർണയത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ബിസിനസ് നടത്താൻ ലൈസൻസ് വേണം എന്ന് പറയുന്ന കാര്യങ്ങൾക്കും യോജിപ്പില്ലാത്തൊരു പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക മക്കൾ, നന്നായിട്ട് പരീക്ഷ എഴുതാൻ. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും, നിറയെ മാർക്ക് വാങ്ങും എന്ന പ്രതീക്ഷയിൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ഈ ക്ലാസ് കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഇങ്ങനൊരു ചാനലുണ്ട്, ഒന്ന് നന്നായിട്ട് നോക്കുക, പഠിക്കുക എന്ന് പറയുക. അവരെയും പരീക്ഷയ്ക്ക് സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.